നമസ്കാരം. ഡോക്ടർ ലൈവിലേക്ക് സ്വാഗതം. ജീവിതശൈലി രോഗങ്ങളിൽ ഏറ്റവും സാധാരണമായി കാണുന്നതാണ് പ്രമേഹം. പ്രമേഹ ചികിത്സയെക്കുറിച്ചും പ്രമേഹ രോഗത്തിനെക്കുറിച്ചുമെല്ലാം ധാരാളം സംശയങ്ങളും മിഥ്യാധാരണകളും ഇന്ന് നിലവിലുണ്ട്. പ്രമേഹ രോഗ ചികിത്സയെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ഇന്നത്തെ ഡോക്ടർ ലൈവിലൂടെ. നിങ്ങളോട് സംസാരിക്കുന്നത് എറണാകുളം ലിസി ഹോസ്പിറ്റലിലെ സീനിയർ കൺസൾട്ടന്റ് ഡയബറ്റോളജിസ്റ്റായ ഡോക്ടർ ജോർജ് പൗലോസ്. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമ്മൾ ഒരുപാട് ഇങ്ങനെ പറഞ്ഞും വായിച്ചും ഒക്കെ ചർച്ച ചെയ്തുമൊക്കെ നന്നായിട്ട് ആളുകൾക്ക് അറിയാം പ്രമേഹം എന്താണെന്നും കൂടുതൽ പേർക്ക് ഇത് വരുന്നുണ്ടെന്നും ഒക്കെ അറിയാം. എങ്കിൽ പോലും ചികിത്സ തുടങ്ങുമ്പോൾ ധാരാളം സംശയങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് തെറ്റായ അറിവുകൾ നിലനിൽക്കുന്നുണ്ട്. ആദ്യം നമുക്ക് എന്തുകൊണ്ടാണ് ഇപ്പോഴും ഈ പ്രമേഹ രോഗം കൂടുതലായി വരുന്നതിൻ്റെ ഒരു കാരണം? പ്രമേഹം ഒരു ജീവിതശൈലിയുടെ ഒരു രോഗമാണ്. ഇന്നത്തെ ആധുനിക ജീവിത രീതിയാണ് ഈ രോഗത്തെ ഇത്ര പടർത്തി ഒരു പകർച്ചവ്യാധിയുടെ ലെവലിലേക്ക് കൊണ്ടുവരാൻ ഉള്ള കാരണം. അതാണ് അതിനുള്ള കാരണം. നമ്മളുടെ ഒരു എക്സസൈസ്, അതായത് ഒരു ഫിസിക്കൽ എക്സസൈസ്, ഒരു 30 മിനിറ്റ് എക്സസൈസ് ചെയ്താലും ഒരു 6 മണിക്കൂർ ഉറങ്ങിയാൽ, വളരെ കെയർഫുള്ളായിട്ടുള്ള ഡയറ്റ് കഴിച്ചാൽ, നമ്മുടെ വീട്ടിൽ എല്ലാവർക്കും ഡയബറ്റീസ് എന്ന പ്രമേഹ രോഗം ഉണ്ടെങ്കിലും നമുക്കൊരിക്കലും പ്രമേഹ രോഗം വരാതിരിക്കാൻ സഹായിക്കും. നമ്മളുടെ പൂർവികരും നമ്മുടെ കാരണവരുടെയും അവർക്ക് ഇന്നത്തെ ഒരു ആധുനിക സജ്ജീകരണങ്ങളൊന്നുമില്ല. അവർക്ക് നടക്കേണ്ടിയിരിക്കുന്നു. അവർക്ക് അന്ന് ട്രെയിൻസ് ഇല്ല, വരാൻ പോകുന്ന മെട്രോകളില്ല, ബസ്സുകളില്ല, എയ്റോപ്ലെയിനുകളില്ല. എത്രയൊക്കെയോ ദൂരങ്ങൾ നടന്നും വേർത്ത് വലിച്ചുമാണ് അവർ ജീവിച്ചിട്ടുള്ളത്. നമ്മൾ ഇന്നത്തെ കാലത്ത് ഏറ്റവും കുറവ് ദൂരങ്ങൾ നടക്കാനും, നമുക്കിപ്പോൾ ഒരു ഫ്ലോർ നമ്മൾ ഒരു സ്റ്റെപ്പ് കയറണമെന്നുണ്ടെങ്കിൽ എല്ലാവരും ഇടിച്ച് ഒരു ലിഫ്റ്റിലേക്ക് തള്ളിക്കയറാൻ നോക്കും. നമുക്ക് ഒരു കടയിൽ നോക്കണമെന്നുണ്ടെങ്കിൽ കടയുടെ കറക്റ്റ് മുമ്പിൽ പോയിട്ട് കാർ ഇറക്കി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി നമുക്ക് നിർത്താൻ പോലും നമുക്ക് യാതൊരു ഒരു ഇൻട്രസ്റ്റ് ഇല്ല. ഇങ്ങനെയുള്ള ഒരു മനോഭാവമാണ്. എന്നോട് ചോദിച്ചാൽ ഇന്ന് പ്രമേഹ രോഗത്തിന് ഒരു മനോഭാവത്തിൽ ഒരു വ്യത്യാസം വരണം. ഒരു മാനസികമായ ലെവലിലാണ് ഒത്തിരി ഇത് കിടക്കുന്നത്. നമ്മൾ ഇന്നത്തെ ജീവിത രീതിയിലുള്ള നമ്മുടെ ഒരു മാനസികമായിട്ടുള്ള ഒരു സമീപനം മാറ്റിയാൽ മാത്രമേ നമുക്ക് പ്രമേഹം, എത്ര ഗുളിക വന്നാലും, എത്ര ഇഞ്ചക്ഷനുകൾ വന്നാലും, എന്ത് ആധുനിക രീതി വന്നാലും, ജീവിത രീതി കൺട്രോൾ ചെയ്തില്ലെങ്കിൽ, ജീവിത രീതിയാണ് ഡയബറ്റീസ്, അതായത് പ്രമേഹത്തിൻ്റെ 1ാം ക്ലാസ് എന്ന് പറയുന്നത്. 2ാം ക്ലാസ് ഗുളികകളാണ്, 3ാം ക്ലാസ് ഇൻസുലിൻ. ജീവിത രീതി കൊണ്ട് തന്നെ നമുക്ക് 35-40% ഈ അസുഖത്തെ. ഡോക്ടർ, ഇതിനകത്ത് മറ്റൊരു കാര്യം ഞാൻ ചോദിക്കുന്നത്, ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു മുൻപുള്ളവർ നടന്നു പോയിരുന്നു, ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പക്ഷേ ഇന്ന് വളരെ തിരക്കേറിയ ജീവിത സാഹചര്യങ്ങളാണ് ഉള്ളത്. അതുമാത്രമല്ല, നമ്മൾ ന്യൂക്ലിയർ ഫാമിലീസാണ്, പിന്നെ 2 പേരും ജോലി ചെയ്തിട്ടാണ് ജീവിക്കുന്നത്. അത്തരം മാറിയ സാഹചര്യങ്ങൾ, നമുക്ക് ജീവിത സാഹചര്യങ്ങൾ മാറ്റാൻ പറ്റില്ല. പക്ഷേ എന്നാൽ സമയം കണ്ടെത്തി വ്യായാമം ഒക്കെ തുടങ്ങാൻ പറ്റും. പലപ്പോഴും ഉള്ളൊരു സംശയം, ഇത് ഏത് വയസ്സിൽ തുടങ്ങണം എന്നുള്ളതാണ്. പലരും ഒരു 45-50 ആവട്ടെ എന്ന് കരുതി കാത്തിരിക്കുന്നവരുണ്ട്. അപ്പോഴേക്കും ഈ പറയുന്ന അസുഖങ്ങളൊക്കെ വന്നു തുടങ്ങും. അപ്പോൾ ഏത് പ്രായത്തിൽ ഇത്തരം കാര്യങ്ങളിൽ ശ്രദ്ധ വയ്ക്കാൻ തുടങ്ങണം? നമുക്ക് നടക്കാൻ തുടങ്ങുന്ന സമയം മുതൽ നമ്മൾ എന്തെങ്കിലും വ്യായാമങ്ങളിൽ ഏർപ്പെടണം. ഇന്നത്തെ സ്കൂളുകളിൽ പോലും ഞങ്ങളൊക്കെ കളിച്ച് പഠിച്ച ഏറ്റവും അവസാന സമയങ്ങളിൽ പഠിക്കുകയായിരുന്നു. ഇന്ന് ഇപ്പോൾ എക്സ്ട്രാ ക്ലാസ്സും തൂക്കിപ്പിടിച്ചുള്ള ഭാരങ്ങളും തൂക്കിപ്പിടിച്ചാണ് ഇന്നത്തെ സ്റ്റുഡൻസ് പോകുന്നത്. അവർക്ക് വ്യായാമത്തിന് ഒരു ഫെസിലിറ്റിയും ഇന്നത്തെ സ്കൂളുകളിൽ കൊടുക്കുന്നില്ല. സ്കൂളുകൾ മുതൽ തന്നെ ഈ വ്യായാമത്തിനുള്ള അതിനുള്ളൊരു ചിന്താ രീതി തന്നെ ഉണ്ടാക്കണം. നമുക്കൊരു 100% എല്ലാ കുട്ടികൾക്കും കിട്ടാൻ പോകുന്നില്ല. എല്ലാവർക്കും കിട്ടാൻ വേണ്ടി നമ്മൾ നോക്കുകയും വേണ്ട. മിടുക്കന്മാർ അവർക്ക് വേണ്ട രീതികൾ അവർ അച്ചീവ് ചെയ്യും. പക്ഷേ ആ പ്രായം മുതൽ നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യണം. ഡോക്ടർ, നമ്മുടെ ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഹലോ ഹലോ, ചോദിച്ചോളൂ ഡോക്ടറോട്. ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് വിളിക്കുന്നത്. എൻ്റെ പേര് രമ്യ എന്നാണ്. എനിക്ക് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് ഞാൻ വിളിക്കുന്നത്. ഉറക്കെ ചോദിച്ചോളൂ കേട്ടോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയാണ് വിളിക്കുന്നത്. എൻ്റെ ഹസ്ബൻഡിന്റെ മെലിഞ്ഞ ശരീരപ്രകൃതിയാണ്, പക്ഷെ ഈയിടെയായിട്ട് കുറച്ചുകൂടെ മെലിഞ്ഞു വരിക ശരീരം. അത് മാത്രമല്ല, ഹസ്ബൻഡിന് യൂറിൻ ഒരു അരമണിക്കൂറിൽ കൂടുതൽ കൺട്രോൾ ചെയ്യാൻ പറ്റത്തില്ല. അരമണിക്കൂറിനകം തന്നെ 2 വട്ടമൊക്കെ അങ്ങ് പോകുന്ന ഒരവസ്ഥ. അത് പ്രമേഹത്തിന്റെ ആവുമോ? പ്രമേഹം നമുക്ക് ഒരു ലക്ഷണങ്ങൾ വെച്ച് ഡയഗ്നോസ് ചെയ്യാൻ പറ്റിയ ഒരു രോഗമല്ല.
പ്രമേഹം നമ്മൾ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് അത് ആ രോഗമുണ്ടെന്ന് കണ്ടുപിടിക്കാൻ സാധിക്കുകയുള്ളൂ. നിങ്ങൾ എത്രയും വേഗം നിങ്ങളുടെ അടുത്ത ഒരു നല്ല ലബോറട്ടറിയിൽ പോയിട്ട് ഒരു 8 തൊട്ട് 10 മണിക്കൂർ വരെ ഒരു വെറും വയറ്റിലുള്ള ഒരു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗറും നിങ്ങൾ രാവിലെ കഴിക്കുന്ന ഒരു സാധാരണ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഒരു 2 മണിക്കൂർ കഴിഞ്ഞുള്ള ബ്ലഡ് ഷുഗറും ആദ്യം നിങ്ങൾ ചെയ്യണം. അത് കറക്റ്റ് ടൈമിൽ ചെയ്തില്ലെങ്കിൽ നിങ്ങൾക്ക് തെറ്റിയ റീഡിങ്സ് കിട്ടും. 8 തൊട്ട് 10 മണിക്കൂർ വരെ വെറും വയറ്റിലും ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറും കഴിഞ്ഞുള്ള ഷുഗറിൽ നിന്ന് തുടങ്ങാം. പിന്നെ നമുക്ക് സംശയമുണ്ടെങ്കിൽ അത് നമുക്ക് റിപ്പീറ്റ് ചെയ്യുകയും അതിനെ തൊട്ട് പിന്നാലെ വേറെ കുറേ ടെസ്റ്റുകൾ വെച്ച് അത് നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാം. ഡോക്ടർ ഇപ്പോൾ പറഞ്ഞതുപോലെ ചില ലക്ഷണങ്ങൾ നമ്മൾ പ്രമേഹ രോഗമാണെന്ന് സംശയിക്കുന്നു. അത് ചിലതിങ്ങനെ സംശയത്ത് വെച്ച് കുറേ കാലം കൊണ്ടുപോകുന്നു. അത് അപ്പോഴേക്കും ഒരുവിധം ആയിട്ടുണ്ടാവും ചിലപ്പോൾ പ്രമേഹം. ഡോക്ടർ പറഞ്ഞ പോലെ ലക്ഷണമില്ല എന്ന് പറയുന്നു. അപ്പോൾ ഏത് പ്രായത്തിൽ നമ്മൾ എപ്പോഴാണ് പ്രമേഹമുണ്ടോ എന്ന് ചെക്ക് ചെയ്യേണ്ടത്? പ്രമേഹമുണ്ടോയെന്ന് പണ്ട് കാലങ്ങളിൽ നമ്മൾ രണ്ട് തരം പ്രമേഹങ്ങളാണോ ഒന്ന് ഒരു ജന്മനാൽ അല്ലെങ്കിൽ വളരെ വളരെ ചെറിയ പ്രായത്തിൽ തന്നെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞുകൊണ്ട് അത് നമ്മളുടെ ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഗ്രന്ഥി അതിനെ നശിപ്പിക്കുകയാണ്. പല കാരണങ്ങളാൽ അത് ഒരു ഇമ്മ്യൂൺ പ്രോസസ്സ് നമ്മുടെ ബോഡിയിൽ പാൻക്രിയാസ് മോശമാക്കുന്ന ചില പ്രക്രിയകൾ ഉണ്ടാകുന്നു. അതുകൊണ്ട് അവർ ഒരു ഇൻസുലിൻ ഇല്ലാതെ തന്നെ ഓൾമോസ്റ്റ് ജനിക്കുന്നു, അല്ലെങ്കിൽ വളരെ ചെറുപ്രായത്തിൽ അത് ഡെവലപ്പ് ചെയ്യുന്നു. അതാണ് ഒരു ഗ്രൂപ്പ്. അവർക്ക് സാധാരണഗതിയിൽ വളരെയധികം ലക്ഷണങ്ങൾ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാവും. ഈ പറയുന്ന അമിത മൂത്രം പോകുന്നതും അമിത ദാഹവും ഇതുപോലെ മെലിയുന്നതും പിന്നെ വളരെ ക്ഷീണമുണ്ടാകുന്നതും ഇങ്ങനെയുള്ള സംഗതികൾ വളരെ ചെറുപ്രായത്തിൽ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ളവർക്ക് നമുക്ക് പ്രത്യേകിച്ചൊരു ടെസ്റ്റിങ്ങിൻ്റെ ആവശ്യം ഉണ്ടാവില്ല സാധാരണഗതിയിൽ. ടൈപ്പ് 2 എന്ന് പറയുന്ന ഡയബറ്റീസാണ് ഏറ്റവും കോമൺ ആയിട്ടുള്ള ഡയബറ്റീസ്. 90% കേസുകളും നമ്മൾ ഡീൽ ചെയ്യുന്ന ടൈപ്പ് 2 ആണ്. ഇത് സാധാരണഗതിയിൽ ഉണ്ടാകുന്നത് ഒരു 30-35 വയസ്സ് സമയത്തായിരുന്നു ഇത് തുടങ്ങിയിരുന്നെങ്കിലും ഇന്ന് നമ്മുടെ ആധുനിക ജീവിത രീതിയിൽ ഈ IT കൾച്ചറും ഈ ബർഗറിൻ്റെ കൾച്ചറും 20-25 വയസ്സുകളിൽ തന്നെ ഇവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് വരുന്നുണ്ട്. അപ്പം നമ്മൾക്കൊരു 20 വയസ്സ് നമ്മുടെ കോളേജ് കഴിഞ്ഞ് ആ ഇനിഷ്യൽ ഒരു ജോബ് ചെക്കപ്പിൻ്റെ ടൈമിലെങ്കിലും നമ്മൾ ഒരു ബ്ലഡ് ഷുഗർ എങ്കിലും നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം എന്നുള്ളതാണ്. അടുത്തൊരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ, നമസ്കാരം. ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ, ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ, കേൾക്കുന്നുണ്ട്. എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ജിദ്ദീന്നാ വിളിക്കുന്നത്, സൗദി അറേബ്യ. എനിക്ക് ഷുഗർ ഉണ്ടായിട്ട് 10 വർഷമായി. ഷുഗർ ലോ ആയിട്ട് കിട്ടുന്നില്ല. അപ്പോ ഡോക്ടർ വേറെ എന്തെങ്കിലും ചോദിക്കാനാണ്? 10 വർഷമായിട്ട് ഷുഗർ ഉണ്ട്, ലോ ആകുന്നില്ല എന്നാണ് പറയുന്നത്. ചോദിച്ചോളൂ. എന്ത് മരുന്നാണ് കഴിക്കുന്നത്? ക്ലൈം M2. എത്ര എണ്ണം കഴിക്കുന്നുണ്ട്? അത് 500. 500 അല്ല, അത് എത്ര ഗുളിക ഒരു ദിവസം കഴിക്കുന്നുണ്ട്? ഇവിടെ എത്ര ഗുളിക ഒരു ദിവസം കഴിക്കുന്നുണ്ട്? ഞാൻ രണ്ടു നേരം, രാവിലെയും വൈകുന്നേരം. രാവിലെയും വൈകുന്നേരം ഒരു ഗുളിക കഴിക്കുന്നുണ്ട് അല്ലേ? പക്ഷെ ഞാൻ ഇവിടെ ഡോക്ടറെ കാട്ടിയിട്ട് എനിക്ക് തരുന്ന ഗുളിക ഫോർമിറ്റ് 95. അതും 2 ഗുളികയാണോ കഴിക്കുന്നത്? അതെ. നിങ്ങളുടെ ജീവിത രീതി എങ്ങനെയാണ്? നിങ്ങളുടെ ദിവസവും വ്യായാമം ഉണ്ടോ? നിങ്ങളുടെ ഭക്ഷണ രീതി എങ്ങനെയാണ്? വ്യായാമം കൂടുതലാണ്. എന്നിട്ടും എഫക്റ്റ് ചെയ്യുന്നില്ല. വ്യായാമം എന്ന് പറയുമ്പോൾ നമ്മളൊരു 30 മിനിറ്റ് എങ്കിലും നമ്മൾ വ്യായാമത്തിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്നുണ്ടോ, അതോ നമ്മളുടെ ജോലിയുടെ ഭാഗമായിട്ടുള്ള വ്യായാമമാണോ? ജോലിയുടെ ഭാഗമായിട്ടുണ്ട്, അല്ലാതെ 30 മിനിറ്റ് വ്യായാമമായിട്ട് ചെയ്യുന്നുണ്ട്. ഭക്ഷണ രീതി എങ്ങനെയുണ്ട്? ഭക്ഷണം 2 നേരം ഫുഡേ ഉള്ളൂ. എന്തെങ്കിലും മധുരം അധികമായിട്ട് കഴിക്കുന്ന ഒരു ഇതുണ്ടോ? ഇല്ല, ഒന്നുമില്ല. അപ്പൊ വളരെ കൺട്രോൾഡ് ആയിട്ട് ഡയറ്റും ഉണ്ട് അല്ലേ? എന്നിട്ടും അദ്ദേഹത്തിന് ഷുഗർ ലെവൽസ് കുറയുന്നില്ല. അപ്പൊ ഷുഗർ ലെവൽ കുറവല്ലെങ്കിൽ നമുക്ക് ഗുളികളുടെ റേഞ്ച് കൂട്ടണം. ഇപ്പൊ നിങ്ങൾ കഴിക്കുന്ന ഗുളികയിൽ നിന്നുള്ള ഹയർ ലെവൽസിലേക്കുള്ള ഗുളികളിലേക്കും അതുകൊണ്ട് കൺട്രോൾഡ് ആയില്ലെങ്കിൽ ചിലപ്പം ഇൻസുലിനിലേക്കും പോകേണ്ടി വരും. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. നമസ്കാരം, സംസാരിച്ചോളൂ. എന്താണ് സംശയം? ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ. കുറച്ച് നാളായി. അപ്പൊ മരുന്ന് കഴിക്കാനുണ്ട്. എത്ര വയസ്സായി ഇപ്പൊ? എനിക്ക് 46 കഴിഞ്ഞ്. എത്ര വർഷമായി ഷുഗർ തുടങ്ങിയിട്ട്? ഒരു 3 കൊല്ലമായി. 46 വയസ്സ്, 3 കൊല്ലമായിട്ട് ഷുഗർ ഉണ്ട്. ശരി. മരുന്ന് വല്ലതും കഴിക്കുന്നുണ്ടോ?
കഴിക്കണ്ട്. ആ, ഏത് ഗുളികയാണ്? ഗുളികയുടെ പേരെന്താണ്? സാരമില്ല. എത്ര ഗുളിക കഴിക്കുന്നുണ്ട് ഒരു ദിവസം? ഒരെണ്ണം കഴിക്കണുള്ള ഒരു ദിവസം. ഓക്കെ. ഡോക്ടർ അവരെ എന്ത് ചെയ്യണം എന്നുള്ളതൊന്ന് പറഞ്ഞു കൊടുത്താൽ. എങ്ങനെയുണ്ട് ഷുഗർ? എങ്ങനെയുണ്ട് ഇപ്പം? ഇപ്പൊ ഗുളിക കഴിച്ചേ പിന്നെ നോർമലാണെന്ന് പറഞ്ഞ ഡോക്ടറെ കണ്ടപ്പ. ഗുളിക കഴിച്ച് നോർമൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അത് കണ്ടിന്യൂ ചെയ്താൽ മാത്രം മതി. പക്ഷേ നിങ്ങളുടെ ജീവിത രീതി വിടല്. ജീവിത രീതിക്കാണ് പ്രാധാന്യം. അത് കഴിഞ്ഞിട്ട് എത്രത്തോളം ഷുഗർ കൂടി നിൽക്കുന്നോ അതിനെ നമ്മൾ ഗുളികളോ അല്ലെങ്കിൽ ഗുളിക കൊണ്ട് കൺട്രോൾ ആയെങ്കിൽ ഇൻസുലിൻ വെച്ച് കൺട്രോൾ ചെയ്യണം. ഓക്കെ ഡോക്ടർ, നമുക്കൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള. ഡോക്ടർ ലൈവ് തുടരുന്നു. ഒരു കോളർ വെയിറ്റ് ചെയ്യുന്നുണ്ട് ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് സംസാരിച്ചോളൂ. ഹലോ. ഹലോ ഡോക്ടർ. ഹലോ. എനിക്ക് 14 വർഷമായി ഷുഗർ തുടങ്ങിയിട്ട്. പറഞ്ഞോളൂ. 14 വർഷമായി ഷുഗർ തുടങ്ങിയിട്ട്. 2 നേരം ഞാൻ ഓരോ ഗുളിക കഴിക്കുന്നുണ്ട്. അതിലിപ്പോ 300, 250, 300 ആയിട്ട് ഇങ്ങനെ നിൽക്കുകയാണ്. അവിടുന്ന് കൈപ്പെട്ട് പോരുന്നില്ല. 300 നിൽക്കുകയാണ് 2 ഗുളിക കഴിച്ചിട്ടും അല്ലേ? അതെ, 200, 250 ഒരാൾക്ക് വരുന്നുണ്ട്. ശരി. നമ്മൾക്ക് എത്ര വയസ്സായി ഇപ്പം? എനിക്കിപ്പോ 54 ആയി. 54 വയസ്സായി. നമ്മളെങ്ങനെയാ രാവിലെ നല്ലോണം വ്യായാമങ്ങളൊക്കെ ആവശ്യത്തിന് ചെയ്യുന്നുണ്ടോ? രാവിലെ നല്ലോണം ചെയ്യുന്നുണ്ട്. മണിക്കൂറിലേക്ക് നടക്കുന്നുണ്ട്. ചെയ്യുന്നുണ്ട്. ഭക്ഷണ രീതി എങ്ങനെയാ? നല്ല കൺട്രോൾഡ് ആണോ? കൺട്രോൾഡ് ആണ്. 4 ചപ്പാത്തിയുള്ളൂ ചെയ്യുന്നുണ്ട്. ഇങ്ങനെയുള്ള ഒരാള് നമ്മൾ ആവശ്യത്തിന് എന്തോ നമ്മൾ ആവശ്യത്തിനുള്ള വ്യായാമം ചെയ്തിട്ടുണ്ട്, നമ്മൾ നല്ല ഭക്ഷണ രീതി ആണെന്നുണ്ടെങ്കിൽ, നമ്മൾ സാധാരണ ഗുളികയിൽ ഇത് കൺട്രോൾ ആയില്ലെങ്കിൽ നമ്മളിത് അതിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ഫാസ്റ്റിംഗ്, അതായത് ഭക്ഷണം കഴിക്കുന്നതിനുള്ള ഷുഗറും 2 മണിക്കൂറിന് കഴിഞ്ഞുള്ള ഷുഗറും 3 മാസത്തെ ആവറേജ് ഷുഗറും എടുത്തിട്ട് നമ്മൾ ഷുഗർ കൂടുതലാണെങ്കിൽ ഇൻസുലിൻ എടുക്കേണ്ട ഒരു സിറ്റുവേഷൻ കാണുന്നുണ്ട്. അത് നിങ്ങളുടെ ലോക്കൽ ഡോക്ടറെ അത് കാണിച്ച് നിങ്ങൾ അത് ഇൻസുലിൻ എത്രയും പെട്ടെന്ന് തുടങ്ങണം. അല്ലെങ്കിൽ 280, 300 ഷുഗറും വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ ബാക്കി അന്തരാവയവങ്ങളിൽ അതിൻ്റെ കോംപ്ലിക്കേഷൻസ് ഉണ്ടായി കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിത് എടുക്കാൻ പോയിട്ട് അത്ര വലിയ പ്രയോജനം ഉണ്ടാവില്ല. ഉണ്ടാവുന്നതിന് മുമ്പ് തന്നെ അത് തുടങ്ങണം. അടുത്തൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടറോട് ചോദിച്ചോളൂ. രജീഷ് കണ്ണൂരിന്നാണേ. ഹലോ. 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 പറഞ്ഞോളൂ. ഡോക്ടറെ, എനിക്ക് 28 വയസ്സാണ്. അപ്പൊ 29 വയസ്സായി. ഇപ്പൊ അതായത് 28 വയസ്സ് മുതൽ ഷുഗർ വന്നത്. അപ്പോ അത് എന്റെ വീട്ടിലെ അച്ഛനുണ്ട്, അമ്മക്കുണ്ട്, ഏട്ടനുണ്ട്, ചേച്ചിക്കുണ്ട്, എല്ലാവർക്കും ഉണ്ട് ഞങ്ങളെ വീട്ടിലെ. ശരി. അപ്പോ ഇപ്പൊ ഞാന് മരുന്ന് ഒരു ദിവസം ഒരു ഗുളിക ഗ്ലിംപ്രായിട്ട് 1 ആണ് കഴിക്കുന്നത്. ശരി. അപ്പൊ എനിക്കിപ്പോ റെറ്റിന ടെസ്റ്റ് ഒക്കെ നടത്തിയിരുന്നു. എന്നാലും TV ഒക്കെ കാണുമ്പോൾ ഒരു ബ്ലർ ആവുന്ന പോലെ കണ്ണിൽ തോന്നുന്നു ഇടക്കിടക്ക്. കണ്ണോ? കണ്ണ് TV ഒക്കെ കാണുമ്പോൾ പെട്ടെന്ന് ഒരു മങ്ങി. ബ്ലഡ് ഷുഗർ എത്രയുണ്ട് ഇപ്പം? ഇപ്പോ 120 നോർമലായിരുന്നു ചെക്ക് ചെയ്തപ്പോ. ഓക്കെ, ബ്ലഡ് ഷുഗർ നോർമലാണ്. എന്നിട്ടും കണ്ണിന്റെ അകത്ത് ബ്ലറിങ് കാണുന്നുണ്ടോ? കാണുന്നുണ്ട്. എന്നിട്ട് ഞാൻ കണ്ണ് ഡോക്ടറെ കാണിച്ചപ്പോൾ റെറ്റിന ടെസ്റ്റ് ചെയ്തപ്പോൾ കംപ്ലൈന്റ് ഒന്നും ഇല്ലാന്നാ പറഞ്ഞത്. റെറ്റിന ടെസ്റ്റ് ചെയ്തിട്ട് കംപ്ലയിൻസ് ഒന്നും ഇല്ലെങ്കിൽ നമ്മൾ പ്രത്യേകിച്ച് ഇപ്പോൾ ഒന്നും ചെയ്യേണ്ട കാര്യമില്ല. ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോകുന്നുണ്ടോ എന്ന് മാത്രം ഒന്ന് നോക്കണം. ചിലപ്പോൾ നമ്മുടെ ബ്ലഡ് ഷുഗർ കുറഞ്ഞു പോയാലും ഇങ്ങനെ ബ്ലറിങ് പോലെ വരാം. അപ്പോൾ ഏത് സമയത്താണ് ഈ ബ്ലറിങ് വരുന്നത്? നമ്മൾ ഭക്ഷണം കഴിക്കാത്തപ്പോഴാണോ? നമ്മൾ ഒത്തിരി ഗ്യാപ്പ് ഇട്ട് നമ്മളിപ്പോൾ ഒരു യാത്രയ്ക്ക് പോയി നമ്മൾ ഗുളിക കഴിച്ചു പക്ഷേ വേണ്ട ഭക്ഷണങ്ങൾ കഴിച്ചില്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലും നമുക്ക് ഒരു ബ്ലറിങ് പോലെ വരാം. പക്ഷേ അത് നമ്മൾ ആ സമയത്ത് എന്താ സംഭവിച്ചെന്നൊന്നും ആ ബ്ലഡ് ഷുഗർ ചെക്ക് ചെയ്യാൻ മാത്രമേ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഓക്കെ, മറ്റൊരു കോളിലേക്ക് പോകാം ഡോക്ടർ. ഹലോ. ഹലോ, നമസ്കാരം. ഡോക്ടർ ലൈവ് ആണ്, ചോദിച്ചോളൂ ഡോക്ടറോട്. ഹലോ ഡോക്ടറെ, എൻ്റെ പേര് സുരേഷ് കുമാർ എന്നാണ്. ശരി. എനിക്ക് 52 വയസ്സുണ്ട്. ഞാൻ എനിക്ക് ഷുഗർ കൂടുതലായിട്ടില്ല. ആഹാരത്തിന് മുമ്പ് നോർമൽ, ഒരു 110 അകത്തിരിക്കും. ആഹാരം കഴിച്ചതിന് ശേഷം ഒരു 150, 160 ഒക്കെ വരുന്നുണ്ട്. ശരി. ഇപ്പൊ എത്ര വയസ്സായി? 54 വയസ്സായില്ലേ? 52 വയസ്സ്. ഗുളികൾ വല്ലതും കഴിക്കുന്നുണ്ടോ? ഗുളികയൊന്നും കഴിക്കുന്നില്ല. രാവിലെ ഞാൻ ഒരു 1/2-3/4 മണിക്കൂർ നടക്കുന്നുണ്ട്. പിന്നെ വൈകിട്ട് എക്സർസൈസ് ചെയ്യുന്നുണ്ട്. ഭക്ഷണങ്ങൾ നല്ല കൺട്രോൾ അല്ലേ? നല്ല കൺട്രോളാണ്, ഭക്ഷണം കൺട്രോളാണ്. നമ്മളുടെ ഡയബറ്റീസിൻ്റെ ലെവൽസ് നമ്മൾ പറയുകയാണെങ്കിൽ ഫാസ്റ്റിംഗ് ഷുഗർ 100ന്റെ താഴെയാണ് നമ്മൾ പറയുന്നത്.
പിന്നെ നമ്മളുടെ ഒരു ആഫ്റ്റർ ഫുഡ് നമ്മുടെ 140 താഴെയാണ് നമ്മൾ പറയുന്നത് 2 മണിക്കൂർ കഴിഞ്ഞിട്ടുള്ളത്. ഇങ്ങനെ നമ്മൾ പറഞ്ഞാലും നമ്മൾ പ്രായം കൂടുന്തോറും നമ്മൾ കുറച്ച് ഫ്ലെക്സിബിളാണ്. ഇതിപ്പോൾ ഒരു 40 വയസ്സുകാർക്ക് ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് വേണമെങ്കിൽ ഒരു 50 വയസ്സാകുമ്പോൾ നമ്മളൊരു 5 മില്ലിഗ്രാം 10 മില്ലിഗ്രാം കൂടിയെന്ന് വിചാരിച്ച് നമ്മൾ പേടിക്കേണ്ട കാര്യമില്ല. 60 വയസ്സായി കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലിബറലാവും. അങ്ങനെ ഓരോ ശതാബ്ദങ്ങൾ കഴിയുമ്പോഴും നമുക്ക് കൂടുതൽ ഒരു ലെവൽസിലേക്ക് ഒരു 80 വയസ്സുള്ള ആൾക്ക് ഒരു 220 ഷുഗർ വന്നു എന്ന് വിചാരിച്ച് നമുക്ക് പേടിക്കാനൊന്നുമില്ല. അതുകൊണ്ട് നമ്മളുടെ പ്രായം വെച്ച് നോക്കുമ്പോൾ നിങ്ങളുടെ ഷുഗർ അത്ര അൺകൺട്രോൾഡ് ഒന്നുമല്ല. ജീവിത രീതിയിൽ തന്നെ ഇത് കൺട്രോൾ ചെയ്യാൻ ശ്രമിക്കൂ. മെഡിസിൻസ് ഇപ്പം ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ റെഗുലറായിട്ട് എല്ലാ മാസവും നമ്മൾ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കണം ബ്ലഡ് ഷുഗർ. ഡോക്ടർ, നമുക്ക് മറ്റൊരു ഇടവേളയ്ക്ക് ശേഷം തിരികെ വരാം. ഡോക്ടർ ലൈവിൽ ഒരു ഇടവേള കൂടി. ഡോക്ടർ ലൈവ് തുടരുന്നു. ഡോക്ടർ, ഇപ്പം നിരവധി തെറ്റിദ്ധാരണകൾ പ്രമേഹ രോഗ ചികിത്സയുമായിട്ട് ബന്ധപ്പെട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഏതെല്ലാമാണ് സാധാരണയായിട്ട് കണ്ടുവരുന്നതെന്ന് പറയാം. പ്രമേഹ രോഗത്തിലെ എൻ്റെ രോഗികൾ എന്നോട് കംപ്ലയിൻറ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ സംഗതികളിലൊന്ന് ഈ ഗുളികകളെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ കിഡ്നി പോകുമോ എന്നുള്ളതാണ്. ഞാൻ വളരെ ക്ലിയറായിട്ട്, ഞാനും മെഡിക്കൽ കമ്മ്യൂണിറ്റിയുടെ പേരിൽ തന്നെ ഞാനിത് വളരെ ക്ലിയറായിട്ട് പറയാം. പ്രമേഹ രോഗത്തിൻ്റെ ഗുളികകളോ അതിൻ്റെ ഇഞ്ചെക്ഷൻസോ എടുത്തു കഴിഞ്ഞാൽ കിഡ്നി ഒന്നും പോകില്ല. കിഡ്നി പോകാനുള്ള ഏക കാരണം നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾ ആവാത്തതുകൊണ്ടാണ്. എൻ്റെ ഒത്തിരി അനവധി പേഷ്യൻസ് അവിടെ ചെന്നിട്ട് സീറം ക്രിയാറ്റിനിൻ ചെക്ക് ചെയ്യുന്നു, പറയുന്നു അത് നോർമലാണ്. സീറം ക്രിയാറ്റിനിൻ മോശമാവണമെന്നുണ്ടെങ്കിൽ കൊല്ലങ്ങളോളം എടുക്കും. അത് കിഡ്നി നല്ലോണം ഡാമേജ് ആയേക്കാൻ മാത്രമേ ക്രിയാറ്റിനൊന്നും ചെക്ക് ചെയ്യാൻ നടക്കേണ്ട ഒരു കാര്യവുമില്ല. നമ്മുടെ ബ്ലഡ് ഷുഗർ കൺട്രോൾഡ് അല്ലെങ്കിൽ നമ്മളുടെ കിഡ്നിയിൽ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ കണ്ണുകളിൽ ഡാമേജ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു, നമ്മുടെ ഹാർട്ടിൽ ഡാമേജുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. ഈ വസ്തുത വളരെ ക്ലിയറായിട്ട് നമ്മൾ മനസ്സിലാക്കണം. വേറെ ഒരു ടെസ്റ്റിൻ്റെയും പുറകെ പോകേണ്ട കാര്യമില്ല. ഞാൻ വർക്ക് ചെയ്യുന്ന ഹോസ്പിറ്റലിൽ ഒരു വലിയൊരു കാർഡിയക് സെൻറ്ററിൽ 6 മാസം കൂടുമ്പോൾ പേഷ്യൻസ് വന്നു പോകും. പക്ഷേ ബ്ലഡ് ഷുഗർ അവർ കൺട്രോൾ ചെയ്യില്ല. ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യില്ലെങ്കിൽ അടുത്ത ഹാർട്ട് അറ്റാക്ക് എപ്പോൾ വരുന്നു എന്ന് മാത്രം നോക്കിയാൽ മതി. അത് കാരണം ആദ്യത്തെ തെറ്റിദ്ധാരണ നമ്മൾ ഇതിനകത്ത് മനസ്സിലാക്കാനുള്ളത്, ഈ ഗുളികകൾ കഴിച്ച് അല്ലെങ്കിൽ ഈ ഇൻസുലിൻ എടുത്ത് അല്ലെങ്കിൽ ജീവിത രീതി വെച്ച് നമ്മൾ എത്രയും പെട്ടെന്ന് ഈ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യണം. അതാണ് ആദ്യത്തെ തെറ്റിദ്ധാരണ. രണ്ടാമത്തെ കാര്യം എനിക്ക് വളരെ സ്ട്രെസ് ചെയ്ത് പറയാനുള്ളത്, പ്രമേഹ ചികിത്സ ചെയ്യുന്നത് ഡോക്ടറല്ല, രോഗിയാണ് തൻ്റെ ചികിത്സ നടത്തുന്നത്. ഒരു ഡോക്ടറുടെ കയ്യിൽ ഒരു 5 ടാബ്ലറ്റും 2 ഇഞ്ചക്ഷൻസിൻ്റെ ഉള്ളൂ. ഈ 5 ടാബ്ലറ്റും ഈ 2 ഇഞ്ചക്ഷനും ഈ പ്രത്യേക രോഗിക്ക് എന്ത് വേണമെന്നുള്ള കോമ്പിനേഷൻ കണ്ടുപിടിക്കാൻ മാത്രമേ ഒരു ഡോക്ടർക്ക് സാധിക്കുകയുള്ളൂ. ഒരു ഫെസിലിറ്റേറ്റർ എന്ന ഒരു റോള് മാത്രമേ ഡോക്ടേഴ്സിനുള്ളൂ. പേഷ്യൻസിൻ്റെ കയ്യിലാണ് 90% ഈ പ്രമേഹ രോഗത്തിൻ്റെ കൺട്രോൾ. മാറി ഡോക്ടേഴ്സ് മാറി ഹോസ്പിറ്റലിൽ നടന്നാലും ഒരു കാര്യമില്ല. നമ്മൾ ഇതിന് മുതിർന്ന് മുന്നോട്ടിറങ്ങണം, പ്രത്യേകിച്ച് ജീവിത രീതിയുടെ കൺട്രോളിൽ. ഡോക്ടർ, മറ്റൊന്ന് കണ്ടിട്ടുള്ളത്, ഇപ്പോൾ ഡോക്ടർ പറയുമ്പോൾ കൃത്യമായിട്ടെല്ലാം തലവലിക്ക് സമ്മതിച്ചിട്ട് പോകും. പക്ഷെ മരുന്ന് ചിലപ്പോൾ 2 എണ്ണം കഴിക്കണം എന്ന് പറഞ്ഞാൽ 1 എണ്ണം കഴിക്കും, അല്ലെങ്കിൽ ചിലത് പകുതി കഴിക്കും, കുറേ നാൾ കഴിക്കാതിരിക്കും. സ്വയം ചികിത്സ അത് പ്രമേഹ രോഗത്തിന് എത്രത്തോളം ദോഷം ചെയ്യും എന്നുള്ളത്? പ്രമേഹ രോഗത്തിന് തീർച്ചയായിട്ടും 100% ദോഷം ചെയ്യും, ഒരു സംശയമില്ല. ഒരു ഡോക്ടർ ഞാനീ പറഞ്ഞ പോലെ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള സംഗതികൾ നോക്കിയിട്ടാണ് ഈ മരുന്ന് ഇത്ര ഡോസ് കഴിക്കണം, അല്ലെങ്കിൽ ഇത്രയും കൂട്ടണം, ഭക്ഷണം ഈ സമയത്ത് കഴിക്കണം, ഇത്രയും എക്സസൈസ് ചെയ്യണം എന്നാൽ വളരെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള രീതിയിലാണ് പറയുന്നത്. അത് നമ്മൾ തന്നെ അത് നിശ്ചയിച്ച് അതുപോലെ വേറെ ചികിത്സാ രീതികളെല്ലാം കൂടെ കറക്കി കുത്തി ചെയ്ത് കഴിഞ്ഞാൽ 100% നമ്മളുടെ അവയവങ്ങളെ ബാധിക്കും. പ്രമേഹത്തിനുള്ള പ്രശ്നം ബ്ലഡ് ഷുഗർ അല്ല, അതിനെ ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ്. അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ 1000 ആണെന്ന് പറഞ്ഞാൽ ഒരു കുഴപ്പമില്ല, നമുക്ക് പാട്ടൊക്കെ പാടി നടക്കാം. പക്ഷേ അത് കണ്ണിനും കിഡ്നിക്കും നമ്മുടെ ഹാർട്ടിനും നമ്മുടെ രക്തസപ്ലൈക്കും ഈ സംഗതിക്കും നമുക്ക് ഉണ്ടാക്കി വെക്കുന്ന പ്രശ്നങ്ങളാണ് ഡയബറ്റീസിൻ്റെ അല്ലെങ്കിൽ പ്രമേഹത്തിൻ്റെ പ്രശ്നം. അത് രോഗിയുടെ കയ്യിലാണ് ഇരിക്കുന്നത്, രോഗിയാണ് അത് ഹാൻഡിൽ ചെയ്യേണ്ടത്. മറ്റൊന്ന് ഭക്ഷണക്രമത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. ഭക്ഷണം ഏതാണ് ഒരു മാതൃകാപരമായിട്ടുള്ള ഒരു ഭക്ഷണം, സമീകൃതമായിട്ടുള്ള ഒരു ആഹാരം പ്രമേഹ രോഗിക്കെന്നൊന്ന് പറയാം? നമ്മളുടെ ഇതിൻ്റെ അകത്ത് മധുരം നമുക്ക് കഴിക്കാനേ പറ്റത്തില്ല, യാതൊരുവിധ മധുരം. ഈ മധുരം എന്ന് പറയുമ്പോൾ അതിൽ തേൻ ഉൾപ്പെടും, അതിൽ ശർക്കര ഉൾപ്പെടും, ഏതുതരം മധുരങ്ങളും അതിൻ്റെ അകത്ത് വെളുത്ത പഞ്ചസാര, കറുത്ത പഞ്ചസാര, ചുവന്ന പഞ്ചസാര, ഒരു പഞ്ചസാരയും നമുക്ക് കഴിക്കാൻ സാധിക്കത്തില്ല. രണ്ടാമത് വളരെ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഭൂമിയിൽ അടിയിൽ വളരുന്ന കിഴങ്ങുകൾ പാടില്ല. അതിലേറ്റവും കൂടുതൽ നമ്മളുടെ വരുന്നത് ഈ ഉരുളക്കിഴങ്ങാണ്. പിന്നെ ചേന, കപ്പ, കാച്ചിൽ, കൂർക്ക ഈ വർഗ്ഗങ്ങളൊന്നും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല. ചോറ് കഴിക്കാം, ചോറ് അതിൻ്റെ അളവിന് ഒരു കോപ്പ എന്ന അളവിന് നമുക്കത് കഴിക്കാം. രാത്രി നമുക്ക് ചപ്പാത്തി, ഗോതമ്പാണ് നല്ലത്.
എന്ന് പറഞ്ഞാൽ ഈ ഫുഡിൻ്റെ ഗ്ലൈസിമിക് ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു കാൽക്കുലേഷൻ വെച്ചിട്ടാണ് നമ്മൾ ഡയറ്റ് കൊടുക്കുന്നത്. ഈ ഗ്ലൈസിമിക് ഇൻഡെക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ ഗോതമ്പ് കുറച്ചുകൂടെ നല്ലതാണ്. പക്ഷേ എന്നാലും ചോറ് നിർബന്ധമാണെങ്കിൽ അതിൻ്റെ ചെറിയ അളവ് രാത്രി വേണമെങ്കിൽ അവർക്ക് കഴിക്കാം. അതുപോലെ തന്നെ വേറൊരു പ്രശ്നം ബ്രൗൺ റൈസ് ആണോ അതോ വൈറ്റ് റൈസ് ആണോ എന്ന്. തീർച്ചയായിട്ടും ബ്രൗൺ റൈസാണ് ഡയബറ്റീസിന് ഭേദം. ഒരു ഗവേഷണവും അല്ലാതെ രീതിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായിട്ട് അറിയാൻ മേലാത്തതുകൊണ്ട് മാത്രമാണ്. പ്രത്യേകിച്ച് ഫൈബർ, അതുപോലെ ഡൈജസ്റ്റീവ് എബിലിറ്റി, ഒരു ഇൻസുലിൻ ലൈക്ക് എബിലിറ്റി എല്ലാം അതിനാണുള്ളത്. മറ്റൊന്ന് വ്യായാമത്തിനെ കുറിച്ചാണ്. പലരും പല രീതിയിലുള്ള വ്യായാമങ്ങൾ ചെയ്യും. ചിലരിപ്പോൾ ഡോക്ടർ പറഞ്ഞ പോലെ സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും വീട്ടിൽ ഒരുപാട് പണി ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പ്രത്യേകിച്ച് വ്യായാമത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. എന്നാൽ ഇന്ന് ഒരുപാട് മെഷീൻസൊക്കെ വന്നതുകൊണ്ട് തന്നെ വ്യായാമം ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. എന്താണ് ശരിക്കുള്ള വ്യായാമം? നമ്മളുടെ വ്യായാമം, നമ്മുടെ പ്രമേഹ രോഗത്തിന് വേണ്ടിയുള്ള വ്യായാമം എന്ന് പറഞ്ഞാൽ ഡെഡിക്കേറ്റഡ് ആയിട്ട് 30 മിനിറ്റ് അതിനു വേണ്ടി മാത്രമുള്ള വ്യായാമമാണ്. നമ്മുടെ അതിൽ അടുക്കളയിൽ നടപ്പ് വരുന്നില്ല, നമ്മുടെ പോസ്റ്റ് ഓഫീസിൽ ലെറ്റർ പോസ്റ്റ് ചെയ്യാൻ പോകുന്ന വരുന്നില്ല, നമ്മൾ ഓഫീസിൽ നടക്കാൻ പോകുന്ന ഒന്നും അതിന് ഇൻക്ലൂഡഡ് അല്ല. അരമണിക്കൂർ മിനിമം, 1 മണിക്കൂറാണെങ്കിൽ വളരെ നല്ലത്. ഒരു ആഴ്ചയിൽ 6 ദിവസമെങ്കിലും നടന്നു കഴിഞ്ഞാൽ തന്നെ ഒരു 25% ബ്ലഡ് ഷുഗറിൽ വേരിയേഷൻ തീർച്ചയായിട്ടും കുറവ് വരും, യാതൊരു സംശയമില്ല. യോഗ അതുപോലെ ഡയബറ്റീസിൽ വളരെ വളരെ നല്ല ഒരു എക്സസൈസാണ്. ഞങ്ങളുടെ ടെക്സ്റ്റ് ബുക്സ് പോലും, ഞങ്ങളുടെ വെസ്റ്റേൺ ടെക്സ്റ്റ് ബുക്സ് പോലും അംഗീകരിക്കുന്ന ഒരു സംഗതിയാണ് യോഗ വളരെ സിമ്പിളായിട്ട് ഒരു 3 മാസം കൊണ്ട് നമുക്ക് പഠിക്കാവുന്നതേ ഉള്ളൂ. ഡയബറ്റീസിന് വേണ്ടി മാത്രമുള്ള യോഗകളുണ്ട്. നമ്മുടെ വീട്ടിൽ മഴയാണെങ്കിലും വെയിലാണെങ്കിലും കൊടുങ്കാറ്റാണെങ്കിലും ചെയ്യാവുന്ന, വളരെ സൗകര്യമായിട്ട് നമുക്ക് ചെയ്യാം. ഒരു 30 മിനിറ്റ് കൊണ്ട് നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇന്ന വ്യായാമമൊന്നുമില്ല. നടപ്പിന് ഇക്വലൻ്റ് ആയിട്ടുള്ള, ഇപ്പം ജിംനേഷ്യത്തിൽ പോയിട്ട് ചെയ്യുന്ന ഇപ്പോൾ ഓരോ മെഷീൻസ് ഉണ്ട്. എന്തായാലും ശരി, മിനിമം 30 മിനിറ്റ് ചെയ്യണം. 1 മണിക്കൂർ വരെ ചെയ്യുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ്. പക്ഷേ വളരെ എൻകറേജ് ചെയ്ത് ഞാൻ പറയുന്ന ഒരു എക്സസൈസ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പഠിക്കാവുന്നത് യോഗയാണ് ഡയബറ്റീസിന് വേണ്ടി. ഓക്കെ ഡോക്ടർ, ഇപ്പോൾ തെറ്റിദ്ധാരണകളെ കുറിച്ച് കൂടുതൽ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു സന്ദേശം എന്നുള്ള നിലയ്ക്ക് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത് പ്രേക്ഷകരോട്? ഞാൻ എൻ്റെ പേഷ്യൻസിൽ കാണുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഡയബറ്റീസ് ഒരു ജീവിതശൈലിയുടെ രോഗമെന്നുള്ള സംഗതി അവർ മനസ്സിലാക്കിയിട്ടില്ല. ഡയബറ്റീസ് ട്രീറ്റ്മെൻറ്റ് നടത്തുന്ന ഒരു രോഗിയാണ് എന്നും ഡോക്ടർ ഒരു സഹായി മാത്രമായിട്ടുള്ള ഒരു കൺസെപ്റ്റ് അവർ മനസ്സിലാക്കിയിട്ടില്ല. ജീവിതശൈലി നേരമാക്കൂ, നിങ്ങൾക്ക് ചിലപ്പം ഡയബറ്റീസ് ഉണ്ടാവില്ല. ഒരു രോഗി പറഞ്ഞ പോലെ വീട്ടിൽ എല്ലാവർക്കും ഡയബറ്റീസ് ഉണ്ട്, അതുകൊണ്ട് എനിക്ക് ഡയബറ്റീസ് ഉണ്ടാവണമെന്നില്ല. എൻ്റെ വീട്ടിൽ പലർക്കും ഡയബറ്റീസ് ഉണ്ട്, പക്ഷേ എനിക്ക് ഡയബറ്റീസ് ഇല്ല. നമ്മളുടെ ജീവിത രീതി നോക്കി നമ്മൾ കൺട്രോൾ ചെയ്താൽ ശരിയാക്കാവുന്നുണ്ട്. രണ്ടാമത്, ഡോക്ടർ പറയുന്ന അഡ്വൈസ് അതേപടി 100% നിങ്ങളത് ഫോളോ ചെയ്യുക. അതുപോലെ റെഗുലറായിട്ട് ബ്ലഡ് ഷുഗറും കോംപ്ലിക്കേഷനുള്ള ടെസ്റ്റിങ്ങും കൊല്ലത്തിൽ ഒരിക്കലെങ്കിലും ചെയ്താൽ നിങ്ങൾക്ക് ഒരു പ്രശ്നവും കൂടാതെ നോർമൽ ആയുസ്സിൽ ഡയബറ്റീസ് കൊണ്ട് നടക്കാം. ഡോക്ടർ, നമ്മുടെ ഇന്നത്തെ ഡോക്ടർ ലൈവിൻ്റെ സമയം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. വളരെയധികം നന്ദി ഞങ്ങളോട് സഹകരിച്ചതിന്. ഇന്നത്തെ ഡോക്ടർ ലൈവ് ഇവിടെ അവസാനിക്കുന്നു. നമസ്കാരം.